ഭൂമിന്റെ കളർ ആദ്യം ഈ കളറല്ലായിരുന്നു, വേറെ കളറായിരുന്നു. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. ഭൂമിയുടെ കളർ ഇതായിരുന്നില്ല. നമ്മൾ ഈ ഇന്ന് വസിക്കുന്ന കളർ ആയിരുന്നില്ല ഭൂമിയുടെ കളർ. ഈ കളറായിട്ട് ഭൂമി ചേഞ്ച് ചെയ്തതെന്ന സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം തവാഫ് ചെയ്യുന്ന സമയത്ത്, കഅബയിൽ തവാഫ് ചെയ്യുന്ന സമയത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ഒരു കാറ്റടിച്ച് വീശി. ആ കാറ്റ് വാസനിച്ചു നോക്കുമ്പോൾ ആ കാറ്റിന് രക്തത്തിന്റെ ഗന്ധമുണ്ട്. പിന്നെ ഒരു കാറ്റടിച്ചു വീശി. ആ കാറ്റിൽ മഹാനവറുകൾ നോക്കുമ്പോ ഭൂമിയുടെ ആ തനി വെളുത്ത അവസ്ഥ മാറിയിട്ടുണ്ട്. ഭൂമിക്കതാ ഒരു കരിവാളിച്ച അല്ലെങ്കിൽ ഒരു കറുപ്പിനോട് സാമ്യമുള്ള തവിട്ട് നിറമായി വെളുത്ത ഭൂമി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന് ഭൂമിക്ക് ഈ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയില് ആദ്യമായി മനുഷ്യന്റെ തുള്ളി ഉറ്റിയിട്ടുണ്ട്, രക്തം ഉറ്റി വീണിട്ടുണ്ട്. അപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യകുലത്തിൽ സംഭവിച്ച മഹാദുരന്തം ബഹുമാനപ്പെട്ട ഹാബീലിനെ ഹാബീൽ കൊന്നുകളഞ്ഞത്. അപ്പോഴാണ് ഭൂമിക്ക് മാറ്റം വന്നത്. ഭൂമിക്ക് മാറ്റത്തിനനുസരിച്ച് മണ്ണിനും മാറ്റം വരും. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഒരു കുപ്പിയിൽ മണ്ണ് കൊടുത്തിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു സലമ, ഈ കുപ്പിയിലെ മണ്ണിന്റെ കളർ എന്നാണോ രക്തത്തിന്റെ കളറായി മാറുന്നത്, അന്ന് എന്റെ ഈ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുണ്ടാകും. മുസലമ റളിയല്ലാഹു അൻഹ ഒരു ദിവസം കുപ്പിയിലേക്ക് നോക്കുമ്പോൾ കുപ്പിയിലെ മണ്ണിന്റെ കളർ മാറിയിട്ട് രക്തത്തിന്റെ കളറായി വന്നിട്ടുണ്ട്. പുറത്തിറങ്ങി മറ്റുള്ളവരോട്, സ്വഹാബിമാരോട്, അന്ന് ജീവിച്ചിരിക്കുന്ന വലിയ മഹാന്മാരോടും മുസലമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇന്നെങ്കിലും നടന്നിട്ടുണ്ടോ ഭൂമിയിൽ? അവര് പറഞ്ഞു, റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. ഉച്ചയാകുമ്പോഴേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റിപ്പോർട്ട് കിട്ടി, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുണ്ട്. മാറ്റം നോക്ക് നിങ്ങൾ. ഈ അവസ്ഥയിൽ നിന്ന് ഭൂമി മാറും. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള് വസ്സമാവാത്. ഇന്നുള്ള ഭൂമിയല്ല, നമ്മൾ വരുന്ന സമയത്തുള്ള ഭൂമി അർളുൻ ബൈളാഉ നഖിയ്യാ, നല്ല വൃത്തിയുള്ള വെളുത്ത ഭൂമിയാണ്. പഴയ ഭൂമിയുടെ കളറിലേക്ക് ഈ ഭൂമിയെ അല്ലാഹു പരിവർത്തിപ്പിക്കും. ആ ഒരു പരിവർത്തനത്തിന്റെ വിഷയമാണ് ഇവിടെ പറയുന്നത്. വതറൽ അർള ബാരിസാ, ഭൂമി ഒന്നാകെ വെളിവായി കിടക്കുന്നുണ്ട്. ഭൂമിയുടെ എവിടെയും തടസ്സങ്ങളില്ല. അല്ലെങ്കിൽ ആ വാക്കിന് മഹാന്മാർ അർത്ഥം കൊടുത്തിരിക്കുന്നത്, ഭൂമിയിൽ വെളിവാകേണ്ടത് മുഴുവനും പുറത്തേക്ക് വെളിവായിട്ടുണ്ട്. ആ ഭൂമിയുടെ ഉള്ളിലുള്ളത് മുഴുവനും പുറത്തേക്ക് ഇട്ട് കളഞ്ഞു. ഭൂമിയുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് ഇട്ടിട്ട് അകംഭാഗം ശൂന്യമായി കളഞ്ഞു. അഥവാ കുടിച്ചു മൂടപ്പെട്ടതുണ്ടല്ലോ, മനുഷ്യന്മാര് മാത്രമല്ല, ജിന്നുകൾ മാത്രമല്ല, ജീവികൾ മാത്രമല്ല, നിധിശേഖരങ്ങൾ വരെ പുറത്തേക്ക് വെളിവായി കഴിഞ്ഞു. ഭൂമിയിലെല്ലാം ഇപ്പോൾ നോക്കിയാൽ കാണുന്ന രൂപത്തിലായി. സമുദ്രങ്ങളുണ്ടോ? ഇല്ല. ആ സമുദ്രങ്ങളെ മുഴുവനും നിരപ്പാക്കിയിട്ടുണ്ട്. പർവ്വതങ്ങളുണ്ടോ? പർവ്വതങ്ങളും ഇല്ല. ഇനി ഭൂമിയിൽ എവിടെ നോക്കിയാലും ഒരേ നിലവാരമാണ്. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾ എവിടേക്ക് പോകും? അവര് മഹ്ശറിലേക്ക് പോവുകയാണ്. സംഗമസ്ഥലം, ഒരുമിച്ച് കൂടുന്ന സ്ഥലം. ഏതാണ് മഹ്ശർ? മഹ്ശർ എന്ന് പറഞ്ഞാൽ ചില ഹദീസിലൊക്കെ അർളുൽ മഹ്ശരി, അർളു സ്വഹറാ, സഹാറ ഭൂമി എന്ന് കാണാം. സഹാറ ഭൂമി കുറച്ചൊന്നുമല്ല, കുറെ ഉണ്ട്. ഇതൊക്കെ സഹാറ ഭൂമിന്റെ മോഡലിൽ വരും. കുറച്ച് കഴിഞ്ഞാൽ സഹാറ മരുഭൂമി കുറച്ചേ ഉള്ളൂ. മഹ്ശറിന്റെ ഭൂമി അങ്ങനെയാണ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒരുപാടുണ്ട്, കുറച്ചൊന്നുമല്ല. സഹാറ മരുഭൂമി എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? ഇവിടെ ഈ കാണുന്നതെല്ലാം ജനങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങാൻ. സഹോദരങ്ങളെ, അങ്ങോട്ട് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുകയാണ്. അപ്പൊ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യൻ അന്താളിപ്പോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോ പലരും നടക്കാൻ വിസമ്മതിക്കും. നടക്കാതെ കഴിയില്ല.
കാരണം എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്ക് അതാ ഓരോരുത്തരുടെ കൂടെയും കൊണ്ടുപോകാൻ ആളുകളുണ്ട്, കൊണ്ടുപോകാൻ ആളുകളുണ്ട്. ആരാണുള്ളത്? സായിഖുൻ വശഹീദ്, തൊളിച്ചു കൊണ്ടുപോകുന്നൊരു മലക്കുണ്ട്, സാക്ഷിയായി നിൽക്കുന്ന മറ്റൊരു മലക്കും ഉണ്ട്. എല്ലാവരെയും കുഴികളിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയം, എല്ലാവരും പുറത്തു വരുന്ന സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയിട്ടൊരു സെക്കൻഡ് പോലും നിൽക്കാനേക്കൂല. നടക്കൂ നടക്കൂ എന്ന് പറയും. അവരെ തെളിച്ചു കൊണ്ടുപോകാൻ മലക്കുകളും കൂടെ ഉണ്ടാകും. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സന്ദർഭം വരും. ആ ഒരുമിച്ച് കൂട്ടുന്ന നേരത്ത്, മഹ്ശറിലേക്ക് പോകുന്ന നേരത്ത് സഹോദരങ്ങളെ, വാഹനം കയറി പോകുന്നവരുണ്ട്. ഹൈ ലെവലിൽ ഉള്ള മഹാന്മാരാണ്. ഒരു വാഹനത്തിൽ 2 ആളുകൾ, 3 ആളുകൾ, 4 ആളുകൾ, 5 ആളുകളൊക്കെ പോകുന്നവരുണ്ട്. മഹ്ശറിലേക്ക് അവര് വാഹനത്തിൽ പോകുന്നു. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹ്ശറിലേക്ക് പോകുന്നവരെ പറ്റി പറഞ്ഞപ്പോ വാഹനങ്ങളിൽ പോകുന്നവർ എന്ന് മാത്രം അല്ല, നടന്നു പോകുന്നവർ തന്നെ വ്യത്യസ്തമുണ്ട്. 2 കാലിൽ നടക്കുന്നവരുണ്ട്, മുഖം കുത്തി നടക്കുന്നവരുണ്ട്. ആ നടക്കുന്നവരിൽ തന്നെ ജീവിതകാലത്തുള്ള ദുശ്ചേരികൾ പുറത്ത് വെളിവാക്കി നടക്കുന്നവരുണ്ട്. അഥവാ കുടിയന്മാര് അവരുടെ കഴുത്തിൽ കുടിച്ചിരുന്ന ഉപകരണങ്ങൾ കോപ്പയും തൂക്കി വെച്ച് നടക്കുന്നവരുണ്ട്. അതേ രൂപത്തിൽ തന്നെ അനാവശ്യ രൂപങ്ങളിൽ വ്യാപിച്ചിരുന്ന ആളുകൾ ഓരോരുത്തരുടെയും മോഡലിലാണ് ഓരോരുത്തരും നടക്കുന്നത്. എപ്പോഴും വീണയുടെ ശബ്ദം ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾക്ക് കഴുത്തിൽ ഒരു വീണ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതുമായിട്ടാണ് അയാൾ പോകുന്നത്. ദുർഗന്ധം വമിക്കുന്ന ശരീരങ്ങളുണ്ട്, രൂപഭാവങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ വന്നവരുണ്ട്. സഹോദരങ്ങളെ, ഇതൊക്കെ സത്യനിഷേധികളാണെന്ന് കരുതണ്ട. ഞാൻ ആ ഹദീസ് മൊത്തം വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മുടെ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞാൽ തീരൂല. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോടുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു, മുആദേ, ഈ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട 10 വിഭാഗം ജനങ്ങളെ അവരുടെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് അല്ലാഹു മാറ്റിയിട്ട് വ്യത്യസ്ത രൂപങ്ങളാക്കിയിട്ട് മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഖബറിൽ നിന്ന് അവർ എഴുന്നേറ്റു, രൂപം കോലൊക്കെ മാറി. അതിൽ പന്നിയുടെ കോലത്തിൽ പോകുന്നവരുണ്ട്, കൊരങ്ങന്റെ കോലത്തിൽ പോകുന്നവരുണ്ട്, അന്ധന്മാരുണ്ട്. അതേ, അന്ധന്മാരും മൂകന്മാരും ബധിരന്മാരും ഉണ്ട്. കൈക്കാലുകൾ ഛേദിക്കപ്പെട്ടവരുണ്ട്, കീമേലായി മറിക്കപ്പെട്ടവരുണ്ട്. അതേ, ശരീരത്തിന്റെ പുറം ഭാഗത്ത്, മുതുകിന്റെ ഭാഗത്ത് തീക്കൊള്ളി നാട്ടപ്പെട്ടു പോകുന്നവരുണ്ട്. ശരീരം മുഴുവനും ശവത്തെക്കാളും ദുർഗന്ധം വമിച്ചു പോകുന്നവരും ഉണ്ട്. അതൊക്കെ വ്യത്യസ്ത രൂപത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾക്ക് അല്ലാഹു തആല മഹ്ശറിലേക്ക് വരുമ്പോ കാണുമ്പോഴേക്ക് ഓല കോലം മാറി. ഇവിടെ ഹൈ ലെവലിൽ പോകുന്നവരൊക്കെ അവിടെ ഹൈ ലെവലിലാകൂല. ഇവിടെ വളരെ പാവങ്ങളായി ജീവിച്ച മഹാന്മാർ എത്രയോ ഉന്നതിയിൽ പോകുന്നവരുണ്ട്, സന്തോഷത്തോടെ പോകുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇവിടെ ആർത്തുല്ലസിച്ച് ആർഭാടപരമായി വിശ്വാസമില്ല, കർമ്മമില്ലാതെ ജീവിച്ചവരുണ്ട്. നരകയാതനക്ക് തുല്യമാണ് അവർ മഹ്ശറിലേക്കുള്ള നടത്തം. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. മുത്തഖീങ്ങളെ അല്ലാഹുവിലേക്ക് നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. വഫ്ദൻ ഐ റുക്ബാനൻ, യാത്രക്കാരായിട്ട് സംഘങ്ങളായിട്ടാണ് വരുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു പാവപ്പെട്ട മനുഷ്യന് ഏറ്റവും നല്ല വിലപിടിപ്പുള്ള ഒട്ടകം സംഭാവനയായി കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അബ്ദുറഹ്മാനെ, നാളെ നിങ്ങൾക്ക് മഹ്ശറിലേക്ക് പോകാൻ ഒരു വാഹനം ഞാൻ ഉറപ്പു തന്നു. നിങ്ങൾ ആ വാഹനത്തിൽ കയറിയിട്ട് യാത്ര പോകുമ്പോ നിങ്ങളെ കാണുന്നവരൊക്കെ ആ വാഹനത്തെ പൂതി വെക്കും. അബ്ദുറഹ്മാനെ, അത് ചെറിയൊരു വാഹനമല്ല. കാണുന്നവരൊക്കെ വിചാരിക്കും അങ്ങനത്തെ ഒരു വാഹനം കിട്ടിയാൽ തിരക്കടില്ല. ഇവിടെ റോഡ് സൈഡിൽ നിൽക്കുമ്പോ ആൾക്കാരിങ്ങനെ നോക്കൂലേ, വലിയ വലിയ വാഹനങ്ങളൊക്കെ പോകുമ്പോ അവർക്ക് തോന്നൂലേ പലപ്പോഴും. എന്നാൽ നിങ്ങളെ കാണുന്നവർ മുഴുവനും
നിങ്ങളെപ്പോലത്തെ ഒരു വാഹനം ആഗ്രഹിക്കും, അതുപോലൊരു വാഹനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കും. മഹ്ശറിലേക്ക് അങ്ങനെ വരുന്നവരൊക്കെ എത്ര സന്തോഷവാന്മാരാണ്. രണ്ട് കാലിൽ ആർജവത്വത്തോടെ നടക്കാൻ കഴിഞ്ഞാൽ തന്നെ എന്തൊരു ബഹുമാനമാണ്. സഹോദരങ്ങളെ, മുഖം കുത്തി നടക്കുമെന്ന് പറഞ്ഞപ്പോ നബിയേ, അങ്ങനെ മുഖം കുത്തി നടക്കുന്നവരുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നല്ലദീ അംശാഹും അലാ ഖദാമിഹിം ഖാദിറുൻ അൻ യുംശിയഹും അലാ വുജൂഹിഹിം. രണ്ട് കാലുകളിൽ അവർക്ക് നടക്കാൻ കഴിവ് നൽകിയ അല്ലാഹു തആലാക്ക് അവരെ മുഖം കുത്തിച്ച് നടക്കാനും കഴിവുണ്ട്. ആ മഹ്ശറിലേക്ക് പോകുന്ന രംഗമില്ലേ, ആ രംഗത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്. ഒരുപാട് മഹദിമാര് ചോദിച്ചിട്ടുണ്ട്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ചോദിച്ചിട്ടുണ്ട്, ഓ നബിയേ, മഹ്ശറിലേക്ക് അങ്ങനെ ആളുകളൊക്കെ പോകുമ്പോ ഫലം നുഗാദിരി മിൻഹും മഹദാ, ഒരാളെയും നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കൂല. ഇവിടെ കാണാത്തവരൊക്കെ അവിടെ കാണും. തിരോധാനം സംഭവിച്ച് തെരഞ്ഞിട്ട് കാണാത്തവര് അവിടെ കാണും. ഫലം നുഗാദിരി മിൻഹും മഹദാ, ഒരൊറ്റ കുട്ടിയെയും വിടൂല, എല്ലാവരും വന്നേ പറ്റൂ. ഇവിടെ അങ്ങനെ ഉത്തരവിട്ടാൽ തന്നെ പോകാത്തവരുണ്ടാകും. എന്നാൽ അവിടെ വരാത്തവരാരുമില്ല. ഈ ഒരുമിച്ച് കൂട്ടുന്ന രംഗം റബ്ബിന്റെ അടുത്തേക്ക് അവര് പോകുമ്പോ റബ്ബിന്റെ സവിധത്തിൽ സൊഫ് സൊഫായിട്ട് അണിയണിയായിട്ട് അവരെ വെളിവാക്കപ്പെട്ടു. ചില പണ്ഡിതന്മാര് പറഞ്ഞു, ആ സൊഫുകളെ പറ്റി പറഞ്ഞപ്പോൾ അതേ വ്യത്യസ്ത രൂപത്തിലാണ് അവര് നിൽക്കുന്നത്. ബാലുഹും വറാഅ ബാലിൻ, ചിലരെ പിന്നിലായി നിൽക്കുന്നുണ്ട്. 5 സൊഫായിട്ട് അവർ നിൽക്കുന്നു എന്ന് പറഞ്ഞവരുണ്ട്. ഫീ ഖംസതി സുഫൂഫിൻ, 5 സൊഫുകളിലായിട്ട് അല്ല, 7 സൊഫുകളിലായിട്ടാണ് നൃത്തം എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ. വജാഅ റബ്ബുക വൽ മലക്കു സൊഫാ, മലക്കുകളൊക്കെ സൊഫായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞിടത്ത് മലക്കുകളെ സൊഫ് എണ്ണിയത് 7 സൊഫാണ്. 7 ആകാശത്തിലെയും മലക്കുകൾ 7 സൊഫ്. അതേ രൂപത്തിൽ ബാക്കിയുള്ളവരെ സൊഫിനും എണ്ണമുണ്ട്. ഇവിടെ പറഞ്ഞത് മഹ്ശറിലേക്ക് അങ്ങോട്ട് എത്തി, ബാക്കിയുള്ള സംഗതികളൊക്കെ തുടങ്ങുന്നതിന്റെ മുമ്പ് ആളുകൾ നിൽക്കുന്ന സൊഫ്, ആ സൊഫിന്റെ വലുപ്പമൊക്കെ വളല്ലാതെ കൂട്ടണം കേട്ടോ. നമ്മൾ ഈ കാണുന്ന സൊഫൊന്നും കൂട്ടിയാ പോരാ, ഈ ചെറിയ സൊഫൊന്നും കൂട്ടിയാ പോരാ, വലിയ സൊഫാണ്. ഒരു സൊഫിൽ അമ്പിയാക്കൾ, മറ്റൊരു സൊഫിൽ ഔലിയാക്കൾ, മറ്റൊരു സൊഫിൽ മറ്റു വിശ്വാസികൾ, മറ്റൊരു സൊഫിൽ സത്യനിഷേധികൾ കാഫിറുകൾ, മറ്റൊരു സൊഫിൽ മുനാഫിഖുകൾ. 5 സൊഫായിട്ട് ഈ എണ്ണിയിടത്ത് മുഅ്മിനീങ്ങളായ മനുഷ്യരും ജിന്നുകളും രണ്ടും ഉൾപ്പെടും. കാഫിരീങ്ങളായ മനുഷ്യരും ജിന്നുകളും രണ്ടും ഉൾപ്പെടും. മുനാഫിഖുകളായ മനുഷ്യരും ജിന്നുകളും അതും ഉൾപ്പെടും. മനുഷ്യന്മാരുള്ള വിഭാഗം അത്രയും ജിന്നുകളുണ്ടല്ലോ, അവരൊക്കെ അങ്ങനെ മഹ്ശറിലേക്ക് അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നേരം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ യുഹ്ശറുന്നാസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എങ്ങനെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും? ആദ്യം പടക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് ഈ ആദ്യം പടക്കപ്പെട്ടത്? ഉറാത്തൻ ഹുഫാത്തൻ ഉർലാ, നഗ്നപാതരായിട്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്, അതേ ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നും ധരിക്കാത്തവരായിട്ട്, ഉർലൻ മാർക്കം ചെയ്യാത്തവരായിട്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും മറ്റു ബീവിമാരുമൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയും ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, അർരിജാലു വന്നിസാഉ യൻദുറു ബഅദുഹും ഇലാ ബഅദ്, പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം നോക്കുകയില്ലേ? ഇത് ദുനിയാവല്ലല്ലോ. ആയിഷ, അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅദുഹും ഇലാ ബഅദ്, പരസ്പരം നോക്കാൻ അവർക്ക് ആർക്കും കഴിയില്ല. കാരണം ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി,
ഓരോ മനുഷ്യന്മാർക്കും മറ്റൊരാളെ ശ്രദ്ധിക്കാതിരിക്കാൻ വേറിട്ട ചിന്തയുണ്ട്, വേറിട്ട അവസ്ഥയുണ്ട്. അന്യോന്യം ഒരാള് മറ്റൊരാളെ മൈൻഡ് ചെയ്യൂല, നോക്കുന്ന അവസ്ഥയില്ല, മാറ്റമുണ്ട്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് മഹ്ശറിലേക്ക് പോകുമ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, അവ്വലു മൻ യുക്സാ യൗമൽ ഖിയാമത്തി ഇബ്രാഹീം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വസ്ത്രം ധരിപ്പിക്കപ്പെടും, അമ്പിയാക്കൾക്കൊക്കെ വസ്ത്രം നൽകപ്പെടും. അന്യോന്യം നഗ്നതയിലേക്ക് നോക്കാൻ ഒരാളും അവിടെ ധൈര്യപ്പെടൂല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഒരു സ്ഫോടനം സംഭവിച്ച് തുണിയൊന്നൊടുക്കാതെ പുരുഷനും സ്ത്രീയും വെപ്രാളപ്പെട്ട് ഓടുകയാണെങ്കിൽ ആരും അതൊരു പരാതിയായിട്ടൊരു വിഷമായിട്ട് പറയൂല, കാരണം അവസ്ഥ അങ്ങനെയാണ്. എന്നാ മഹ്ശറിലേക്ക് അങ്ങോട്ട് വരുന്ന നേരത്ത് അല്ലാഹു തആല കൊണ്ടുവരുന്നത് കമാ ഖലഖനാകും അവ്വല മർറ, ആദ്യഘട്ടത്തിൽ നിങ്ങളെ നാം സൃഷ്ടിച്ചതുപോലെ. അഥവാ ലാ മാല മഅകും, നിങ്ങളോടൊപ്പം സ്വത്തില്ല, വലാ വലദൻ, മക്കളില്ല. നേരെ മുന്നിൽ സ്വത്തിനും മക്കളെയും പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ വരുന്നത് ഫുറാദാ, ഒറ്റക്കാണ്. വലഖദ് ജിതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ. സൂറത്തുൽ അൻആമിലൂടെ അല്ലാഹു ആ വരവിനെ അങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾ നമ്മുടെ സവിധത്തിലേക്ക് വരും ഫുറാദാ, ഒറ്റക്ക് വരും. നിങ്ങളെ നാം പടച്ചതുപോലെ ഒറ്റക്കായി വരുന്ന നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ വരുന്നത് എവിടത്തേക്കാണ്? പലരും തെളിവില്ലാതെ നേരത്തെ വിസമ്മതിച്ചു, പലരും സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. പരലോകം ഉണ്ടെന്നൊരു യാഥാർത്ഥ്യം. ബൽ സഅംതും അല്ലൻ നജഅല ലകും മൗഇദാ, നിങ്ങൾക്കൊരു വാഗ്ദത്ത സ്ഥലം ഒരുക്കിയിട്ടില്ല എന്ന് നിങ്ങൾ വാദിച്ചില്ലേ? ഒരു വാഗ്ദത്ത സ്ഥലം ഒരുക്കിയിട്ടില്ല എന്ന് വാദിച്ചില്ലേ നിങ്ങൾ? ഇപ്പൊ നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? അങ്ങനെ എല്ലാവരും എത്തുന്ന നേരത്ത് റബ്ബ് തആല വിളിച്ചു പറയുന്നു, യുനാദി യൗമൽ ഖിയാമ, ഇന്നല്ലാഹ തബാറക വ തആല യുനാദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു വിളിച്ചു പറയും ബിസൗദിൻ റഫീഉ, ഉയർന്ന ശബ്ദത്തോടുകൂടെ, വൈരി ഫളീൻ, വിഷമം ആ ശബ്ദത്തിനില്ല, അരോചകമായ ശബ്ദമല്ല, എല്ലാവർക്കും കേൾക്കാൻ നല്ല ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ വിളിച്ചു പറയും, യാ ഇബാദി അനല്ലാഹ്, എന്റെ അടിമകളെ ഞാൻ അല്ലാഹുവാണ്, ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനല്ലാതെ ആരാധ്യനില്ല, അർഹമുർ റഹീമീൻ, ഞാൻ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനാണ്, അഹ്കമുൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവാൻ, അസ്റഉൽ ഹാസിബീൻ, വിചാരണ വേഗത്തിൽ നടത്തുന്നവനാണ്. അതുകൊണ്ട് യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം, എന്റെ അടിമകളെ എന്ന് അല്ലാഹു വിളിച്ചു പറയുന്നത് ആരെയാണ്? മുഅ്മിനീങ്ങളെയാണ്, മുത്തഖീങ്ങളെയാണ്. അല്ലാഹു കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അവരെയാണ് അഭിസംബോധന നടത്തേണ്ടത്. ബാക്കിയുള്ള ആളുകളോടൊക്കെ അല്ലാഹു തആല വിളിച്ചു പറയും, നിങ്ങൾ ആരാധ്യ വസ്തുക്കളിലേക്ക് നീങ്ങുക. സൂര്യനെ ആരാധ്യ വസ്തുവായി കാണിച്ചു കൊടുക്കും, അങ്ങോട്ട് നീങ്ങും പലരും. ചന്ദ്രനിലേക്ക് നീങ്ങും പലരും, ആരാധ്യ വസ്തുവായി അവിടെ കാണിച്ചു കൊടുക്കും. മരങ്ങളെ കാണിച്ചു കൊടുക്കും, നിർജീവ അചേതന വസ്തുക്കളെ കാണിച്ചു കൊടുക്കും. ജീവനുള്ള പലതിനെയും ആരാധിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ മോഡലുകളെയും വെച്ചു കൊടുക്കും. ആ വിചാരണ ഘട്ടത്തിൽ അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ വിചാരണ ചെയ്യും. ഈസാ നബിയെ, നിങ്ങൾ ആരാധിച്ച ഒരു ടീമുണ്ടല്ലോ ലോകത്ത്, നിങ്ങൾ അവരോട് ആരാധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നോ? നിങ്ങൾ പറഞ്ഞിരുന്നോ, അഅന്ത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, എന്നെയും എന്റെ മാതാവിനൊക്കെ നിങ്ങൾ ആരാധ്യന്മാരാക്കണം എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നോ? ഈസാ നബി അലൈഹിസ്സലാം
കോടിക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ വെച്ച് തുറന്നു പറയുമെന്ന് ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിച്ചല്ലോ. റബ്ബേ ഇല്ലാ മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബകും. ഞാൻ അവരോട് എന്റെയും നിങ്ങളെയും റബ്ബായ അല്ലാഹുവിനല്ലാതെ ആരാധിക്കരുത് എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ എന്നെ ആരാധിക്കാനോ എന്റെ ഉമ്മാനെ ആരാധിക്കാനോ പറഞ്ഞിട്ടില്ല. അല്ലാഹുവേ, ഈ പറഞ്ഞതിന് വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ജീവിച്ച കാലത്തോളം ഞാൻ അതിന് സാക്ഷിയാണ്. ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം, എന്നെ നീ ഉയർത്തിയപ്പോൾ പിന്നെ നീയാണല്ലോ അവരെ നിരീക്ഷിച്ചവൻ. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അതുകൊണ്ട് തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദു, ശിക്ഷിക്കണമെങ്കിൽ നിനക്ക് ശിക്ഷിക്കാൻ നിന്റെ അടിമകളാണ്. നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് പരാതിയൊന്നുമില്ല. ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ശരിക്കും തുറന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവിടെ വെച്ച് പറയുമ്പോ ആരാധിച്ച് നടന്നിരുന്ന ആളുകളെല്ലാം കുഴങ്ങി. അവരോടങ്ങനെ ആരാധിക്കരുത് എന്ന്, ആ ആരാധന ശരിയല്ലെന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കലും ഇബ്നുല്ലാഹി അല്ല. ഈസാ നബി അലൈഹിസ്സലാം റസൂലുള്ളാഹി വ കലിമത്തുഹു, അല്ലാഹുവിന്റെ റസൂലാണ്. ഒരിക്കലും നിങ്ങൾ ഇബ്നായി കാണരുത്, പുത്രനായി കാണരുത്, അങ്ങനെ വിശ്വസിക്കരുത് എന്ന് മാലോകരോട് അല്ലാഹു പറയുന്നു. എന്നിട്ടും കേൾക്കാത്ത ജനങ്ങൾ അങ്ങനെ ആരാധിച്ചത് കൊണ്ട് അവരവിടെ കുഴങ്ങുകയാണ്. ഇതേപോലെ മറ്റൊരു നബിയും ഉണ്ട്, ബഹുമാനപ്പെട്ട ഉസൈർ നബി അലൈഹിസ്സലാം. ആ ടീം യഹൂദികളാണ്, ജൂതന്മാർ. ഉസൈർ നബിയോടും അല്ലാഹു തആല ചോദിക്കും, അങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ പിന്നെ മാതാവിനെ ആരാധിച്ചിട്ടില്ല, ഉസൈർ നബിയെ മാത്രം. ഉസൈർ നബി അലൈഹിസ്സലാമും പറയും, ഇല്ല റബ്ബേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അവരോട് അല്ലാഹുവിനെ ആരാധിക്കാനാ പറഞ്ഞത്. മുഴുവൻ നബിയാക്കളും ലോകത്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഭയവും വേണ്ട. വലാന്തും തഹ്സനൂൻ ഉഹ്ദുറൂ ഹുജ്ജതകും, തെളിവെല്ലാവരും ഹാജരാക്കി വെച്ചോളൂ. വയസ്സിറൂ ജവാബൻ, മറുപടി എളുപ്പമാക്കി വെച്ചോളൂ. ഫഇന്നകും മസ്ഊലൂൻ, നിങ്ങളെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. മുഹാസബൂൻ, വിചാരണ നടത്തപ്പെടാൻ പോകുന്നു. മലക്കുകളെ, അഖീമു ഇബാദി സുഫൂഫ, എന്റെ അടിമകളെ സൊഫായിട്ട് നിർത്തൂ. അലാ തുറാഫി അനാമിലി അഖ്ദാമിഹിം, ഓരോരുത്തരുടെയും കാൽപാദത്തിന്റെ വിരലുകൾക്കനുസരിച്ച് ലിൽ ഹിസാബ്, വിചാരണയ്ക്ക് വേണ്ടി നിർത്തൂ. വിചാരണയ്ക്ക് വേണ്ടി അങ്ങ് നിൽക്കാൻ പറയുന്ന നേരം വല്ലാത്തൊരു നേരമാണത്. അല്ലാഹു തആല ജനങ്ങളോടൊക്കെ വിചാരണയ്ക്ക് വേണ്ടി സ്വഫായിട്ട് മലക്കുകൾ അങ്ങനെ നിർത്താൻ പറയുമ്പോൾ, ആ വിചാരണയ്ക്ക് വേണ്ടി ആളുകളൊക്കെ അങ്ങനെ ഒരുമിച്ച് കൂടി റെഡിയായി നിൽക്കുമ്പോൾ കിതാബ് നൽകപ്പെട്ടു കഴിഞ്ഞു. അഥവാ അതിന്റെ അർത്ഥം രേഖകൾ, അടിമകളുടെ കൈകളിലേക്ക് രേഖകൾ കൈമാറുകയാണ്. ജീവിതകാലത്ത് പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും പറഞ്ഞ എല്ലാ വാക്കുകളുടെയും ഒരു രേഖയാണ്. അല്ലാഹു അത് നേരത്തെ രേഖപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് അല്ലാഹു തആല കാത്തിബീങ്ങളായ മലക്കുകളെയും വെച്ചിട്ടുണ്ട്. അല്ല, വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുകയാണ്, വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ഈ വിചാരണയ്ക്ക് വേണ്ടി ഗ്രന്ഥം കൊടുക്കുന്നതിനെ പറ്റി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ച ഒരു ഹദീസ് കാണാം. ഓ കഅബേ, ആഖിറത്തിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുമോ? അതെ, പറഞ്ഞു തരാം. ഇദാ കാന യൗമുൽ ഖിയാമ, ജനങ്ങളൊക്കെ വന്ന് ഖിയാമത്ത് നാളിൽ നിന്ന് കഴിഞ്ഞാൽ റുഫിഅൽ ലൗഹുൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദ് ഉയർത്തപ്പെട്ടു. എല്ലാ മനുഷ്യന്മാരും ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഇങ്ങനെ നോക്കും, അവനവന്റെ കർമ്മങ്ങളിലേക്ക്. ഫലം യബ്ഖ അഹദും മിനൽ ഖലായിഖി ഇല്ലാ വഹുവ യൻദുറു ഇലാ അമലിഹി, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ ലൗഹുൽ മഹ്ഫൂദ് ഇങ്ങനെ അല്ലാഹു തആല പ്രദർശിപ്പിക്കും. എല്ലാവരും നോക്കും.
ഇവിടെ ഒരു പ്രദർശനം കാണുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിസ്റ്റ് തൂങ്ങുമ്പോ അവനാന്റെ ലിസ്റ്റിലേക്ക് നോക്കും പോലെ എല്ലാ മനുഷ്യന്മാരും അവനവന്റെ ലിസ്റ്റിലേക്ക് നോക്കുന്നു. നോക്കിയേറെ താമസിക്കുമ്പോഴേക്ക് കുറച്ച് കഴിയുമ്പോഴേക്ക് പിന്നേതാ കിതാബുകൾ ഏടുകൾ നൽകപ്പെട്ടു. ആ ഏടുകൾ പാറി പറന്ന് വന്ന് വീഴുന്നു. അല്ലതീ ഫീഹാ അഅമാലുൽ ഇബാദ്, അടിമകളുടെ അമലുകളൊക്കെ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ. ഫതുൻസറു ഹൗലൽ അർശ്, അർശിന്റെ ചുറ്റുഭാഗത്തും അതിനെ വിതറപ്പെടുന്ന സമയത്ത് കൈ പൊന്തിക്കണ്ട ആ കൈകളിലേക്ക് അത് വന്ന് വീഴും. ഏത് കൈയിലേക്കാ വീഴേണ്ടത് അത് കിതാബിനറിയും. വദാലിക ഖൗലുഹു തആല, ഇതാണ് അല്ലാഹു പറയുന്നത്. വവുദിയൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ. കഅബ് റളിയല്ലാഹു അൻഹു ഓതി കൊടുക്കുകയാണ് റളിയല്ലാഹു അൻഹുവിന് കിതാബ് നൽകപ്പെടുന്ന ഒരു സന്ദർഭം എന്ന് അല്ലാഹു പറഞ്ഞില്ലേ, അതിങ്ങനെയാണ്. അർശിന്റെ ചുറ്റുഭാഗത്തും കിതാബുകളെ വിതറപ്പെടുകയാണ്. ആ കിതാബിന്റെ വിതരണം മാത്രം ആലോചിച്ചുകൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് എളുപ്പം നൽകട്ടെ. അങ്ങനെ മാറിയവരുണ്ട്. അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹു, ചരിത്രത്തിൽ ആദ്യമായി സൂഫി എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹു. മഹാനുഭാവൻ ഒരു ദിവസം കപ്പൽ കയറാൻ വേണ്ടി പോവുകയാണ്. കപ്പല് വാതിലൊക്കെ അടച്ചു, കാരണം കപ്പൽ ടിക്കറ്റ് ഫുള്ളായി. കയറാൻ കഴിയാത്ത വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ കപ്പലിങ്ങനെ എടുത്തിട്ടില്ല, കപ്പലിങ്ങനെ എടുക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പൊ കപ്പലിന്റെ ഉള്ളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ നോക്കി, പടച്ചോനെ അതൊരു വലിയ പണ്ഡിതനാണല്ലോ, അയാൾക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല തോന്നുന്നുണ്ട്. പുറത്തേക്ക് തലയിട്ട് ചോദിച്ചു, നിങ്ങളെന്താ വിഷമിക്കുന്നത്? ഞാനിതിൽ കയറാൻ വന്നു, പക്ഷേ കഥക അടച്ചു പോയല്ലോ, കപ്പൽ ഫുള്ളായി എന്നാ തോന്നുന്നത്. അപ്പൊ അയാള് പറഞ്ഞു, എന്റെ അടുക്കലൊരു ടിക്കറ്റ് കൂടുതലുണ്ട്, ഞാൻ 3 ടിക്കറ്റ് എടുത്തിരുന്നു, 2 ആവശ്യമുള്ളൂ, 1 ഏറെ നിങ്ങൾ വരി. അപ്പൊ അത് പറഞ്ഞു കൊടുത്ത് വാതിൽ തുറന്നു, കപ്പലിന്റെ ഉള്ളിൽ കയറി എത്തി. അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹു പറയാണ്, ആ ചെറുപ്പക്കാരനും ആ ചെറുപ്പക്കാരന്റെ അടിമയുണ്ട്. അപ്പൊ സീറ്റ് കാണിച്ചു കൊടുത്തു, സീറ്റിലിരുന്നു. കപ്പല് നീങ്ങി, കപ്പല് വിട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ കപ്പലാണെങ്കിലും എല്ലാ റേഞ്ചും പോകും. നമ്മൾ കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറിയ അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് ഒന്നുമില്ല. പിന്നെ അതിൽ വല്ലതും ഉണ്ടെങ്കിൽ അതിങ്ങനെ കാണാം ഉപകരണത്തിൽ. അതിന്റെ ആ റഡാർ സംവിധാനത്തിലൂടെ കപ്പൽ അങ്ങനെ നീങ്ങും. പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ദ്വീപുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴാണ് റേഞ്ച് വരിക. ആ റേഞ്ച് വരുന്ന പ്രത്യേകം അറിയും, കാരണം എല്ലാവരും വിളിയോട് വിളിയായിരിക്കും. അതിനു മുമ്പ് നല്ല സ്വസ്ഥതയാണ്, സ്വസ്ഥമായിട്ട് സംസാരിക്കാനും വായിക്കാനൊക്കെ പറ്റും. കാരണം ഒറ്റ ആളെ ഹലോന്റെ ശബ്ദം ഉണ്ടാകൂല. അരമണിക്കൂർ കഴിഞ്ഞാൽ എല്ലാവരും സൈലന്റ് ആയി, ആരും വിളിക്കുന്നില്ലല്ലോ. വിമാനം പറന്നുയർന്നാലും അങ്ങനെ തന്നെയല്ലേ, ആരും വിളിക്കുന്നില്ല. അതേ ഒരു രൂപ അവിടെ. ഇന്നലെ വിതരണം ചെയ്യേണ്ട തേൻ ഇന്ന് വിതരണം തരുന്നുണ്ട് എല്ലാവർക്കും. കഴിവിന്റെ പരമാവധി ഒരു 100 രൂപയെങ്കിലും കൊടുത്ത് ഓരോരുത്തരും ഓരോന്ന് സ്വന്തമാക്കണം. വീട്ടിലത് സൂക്ഷിക്കുക. നമ്മുടെ കുട്ടികൾക്ക് രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവർക്കൊക്കെ എളുപ്പത്തിന് ഒരു മധുരം കൊടുക്കാൻ നമ്മുടെ ഇവിടുന്ന് പ്രവർത്തകന്മാര്, ഉലമാ പലരും മന്ത്രിച്ചൂതിയ, അതുപോലെ തന്നെ പല നല്ല സദസ്സുകളിലും നല്ലവർ നല്ലത് ചൊല്ലിയിട്ട് അതിന് സാക്ഷ്യം വഹിച്ച നല്ല തേൻ നിങ്ങളുടെ കയ്യിൽ തരും. അതെല്ലാവരും സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ഖബൂലാക്കി തരട്ടെ. ഹലാല ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. അബൂ ഹാഷിം സൂഫി ആ ചെറുപ്പക്കാരനെ വീക്ഷിക്കുന്നു. കപ്പൽ അങ്ങോട്ട് നീങ്ങി, കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് അയാള് കുപ്പി പൊട്ടിച്ചു, മദ്യം കുടിക്കാൻ തുടങ്ങി. കാര്യമായിട്ട് അത്തരത്തിലുള്ള യാത്രയിലൊക്കെ ഉള്ള ഒരു ബേജാർ അതാണ്. പഠിച്ചോനെ ഒന്നും സംഭവിക്കാതെ അവിടെ എത്തിയോന്ന് ഏതെങ്കിലും ഒരാളെ ഇഖ്ലാസോടുള്ള ദുആ കൊണ്ടായിരിക്കും ആ വിമാനം ഇന്നത്തെ കപ്പലൊക്കെ സാധാരണ പോയി അവിടെ എത്തുന്നത്. കാരണം ഇന്നും ആ ഹാലന്നെ കാണാൻ പറ്റുന്നത് വരുമ്പോഴും പോകുമ്പോഴൊക്കെ വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. എങ്ങോട്ടാ പോകുന്നത് ഒരു ബോധമില്ല, പിന്നെ എന്തോ ആകാലോ. റമളാൻ ഷരീഫിൽ ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത്. നമ്മളെ നാട്ടുകാരന്നെ, നമ്മളെ ജില്ലക്കാരായ 2 ചെറുപ്പക്കാർ, ഞാൻ അവരോട് പരിചയപ്പെട്ടു. നാട് ചോദിക്കുമ്പോഴേക്ക് അവർ ലൈനിൽ നിന്ന് മാറിപ്പോയി. അവർക്കറിയാം, വാക്കുകളും കൂടി പറയുന്നു.
റമദാൻ ഷരീഫിൽ സഹോദരങ്ങളെ പകല് വന്ന് അവിടുന്ന് അത്താഴം കഴിച്ച് കയറി ഇവിടെ വന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്ത്, ചെറിയ ഒരു സമയത്തിൽ രാത്രി വന്ന് അത്താഴത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞ് ഇവിടെ നോമ്പൊക്കെ പിടിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് അത്താഴം കഴിച്ച് ഇവിടെ രാവിലെ വന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ആ സന്ദർഭം? റമദാൻ മാസത്തിൽ ആ ഒരു മാസത്തെങ്കിലും പരിഗണിക്കണ്ടേ? ആ പരിഗണനൊക്കെ പോയി. വല്ലാത്തൊരു മുസീബത്ത് തന്നെയാണ്. ഇയാൾ കുറച്ചു കഴിഞ്ഞപ്പോ പൊട്ടിച്ച് കുടി തുടങ്ങി. അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹു പറയാണ്, അയാൾ കുടിച്ച് ഏകദേശം ഒരു ഫുള്ളായപ്പോ കുപ്പി എന്റെ നേർക്കും നീട്ടി കുടിച്ചു. കാരണം കുടിച്ച് അങ്ങേയറ്റത്തെത്തിയാ പിന്നെ അപ്പുറത്തിരിക്കുന്ന ആളൊക്കെ കണക്കല്ലേ. എന്റെ അടുത്തേക്ക് നീട്ടിയപ്പോ ഞാനത് വാങ്ങിയില്ല. അയാൾ വീണ്ടും കുടിച്ചു. പിന്നെ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ നഗ്നത പ്രദർശിപ്പിച്ചു. അർദ്ധനഗ്നയായ രൂപത്തിൽ പാട്ടുപാടാൻ തുടങ്ങി, തുള്ളിക്കളിക്കാൻ തുടങ്ങി. വല്ലാത്ത കളിയാൻ. അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹു മറ്റൊരു ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിരുന്നു. അങ്ങോട്ട് തീരെ തന്നെ നോക്കിയില്ല, മൈൻഡ് ചെയ്തില്ല. അപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ മതോന്മത്തനായ ചെറുപ്പക്കാരൻ മഹാനവറുകളെ തോണ്ടിയിട്ട് ചോദിക്കുന്നു, അല്ല നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു ഹരമില്ലേ? എന്തൊരു രസമുണ്ട് ആ പെൺകുട്ടിയുടെ കൊട്ടും പാട്ടും കേൾക്കാൻ. മഹാനവറുകൾ പറഞ്ഞു, അതിനേക്കാൾ നല്ലത് എന്റെ പക്കലുണ്ട്, ഇതിനേക്കാൾ നല്ലത് എന്റെ പക്കലുണ്ട്. പിന്നെയും അയാൾ കുടിച്ചു. നന്നായി കുടിച്ച ആ കുട്ടിയെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് ചെറിയ പെൺകുട്ടി അങ്ങനെ പാട്ട് പാടുന്നുണ്ട്, അയാൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോഴൊന്നും അതിലേക്ക് മൈൻഡ് വെക്കാതെ തിരിഞ്ഞു നിന്ന മഹാൻ ഒരു ചാൻസ് കടിയണമല്ലോ, കിട്ടണമല്ലോ ഈ ചെറുപ്പക്കാരനെ ഒന്ന് ഉപദേശിക്കാൻ. മസ്ത് കഴിഞ്ഞ് ബോധം തെളിഞ്ഞ് നല്ല അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവൻ ചോദിച്ചു, ഈ പെൺകുട്ടി പാടിയതിനേക്കാളും നല്ല പാട്ട് നിങ്ങൾ അടുത്തുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, എന്നാൽ അതൊന്ന് പാടിത്തരൂ, ഞാനൊന്ന് കേൾക്കട്ടെ. അവിടെയാണ് ചാൻസ് മുതലാക്കി അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹു ഓതി കൊടുക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ശംസു കുബിറത് വഇദാ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത്. ആ വരികൾ അങ്ങനെ ഓതി തുടങ്ങുമ്പോഴേക്ക് ഈ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ രൂപമാറ്റങ്ങൾ വന്നു തുടങ്ങി. ആ ആയത്തുകൾ ഇങ്ങനെ കേട്ട് കേട്ട് അവസാനം ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ഒരു അടയാളമുണ്ട്. മഹ്ശറിലെത്തിയാൽ ഏടുകൾ നിവർത്തപ്പെടുന്ന ഒരു നേരമുണ്ട്. റിക്കാർഡുകൾ, ഏടുകൾ നിരത്തപ്പെടുന്ന ഒരു നേരമുണ്ട്. അത് പറഞ്ഞപ്പോൾ ആകെ കൂടി വിറവിറച്ചുപോയി. അന്ന് ഈ ചെയ്തതും ആ ഏടിൽ കാണുമല്ലോ. ഞാൻ ഈ യാത്ര ചെയ്തതും ഈ മദ്യപിച്ചതും ഈ കുട്ടിയെ പാട്ടുപാടാൻ കൊണ്ടുവന്നതും എല്ലാം ആ ഏടിൽ രേഖപ്പെട്ടു കാണുമല്ലോ. പരലോകത്തെ ഏടിനെ കുറിച്ച് വല്ലാതെ ചിന്തിച്ചു, പൊട്ടിക്കരയാൻ തുടങ്ങി. മഹാനവറുകളോട് രണ്ടാമത് മോദിത്തരാൻ അപേക്ഷിച്ചു. രണ്ടാമത് മോദിക്കൊടുത്തു. മനസ്സിൽ തോപ വന്നു. ആ പെൺകുട്ടിയെ അവിടുന്ന് മോചിപ്പിക്കുന്നു. നിന്നെ എനിക്ക് വേണ്ട, നീ ഇന്നു മുതൽ സ്വതന്ത്രയാണ്, പൊയ്ക്കോ, മുഴുവനും വസ്ത്രം ധരിച്ചോ. മദ്യക്കുപ്പികൾ മുഴുവനും പൊട്ടിച്ചു കളഞ്ഞ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഏറെകാലം ശിഷ്യനായി നടന്നു. പക്ഷെ അബൂ ഹാഷിം സൂഫി തങ്ങൾ പറയാണ്, ഞാൻ ആ ചെറുപ്പക്കാരനെ പിന്നെ നോക്കുമ്പോ എല്ലാം മാറിയിട്ടുണ്ട്, അയാളെ ലെവലൊക്കെ മാറിയിട്ടുണ്ട്. സഹോദരങ്ങളെ, പരലോകം ചിന്തിച്ചു മാറണം. ഏടുകൾ നിവർത്തപ്പെടുന്നത് ചിന്തിച്ചു മാറണം. വേറെ ഒന്നും ചിന്തിക്കണ്ട. ആരാരും രക്ഷക്ക് വരാത്ത നേരത്ത് അവനവന്റെ എല്ലാ അടിക്കുറിപ്പുകളും എഴുതി വെച്ച് എല്ലാ രേഖകളും കറക്റ്റാക്കി വെച്ച് ഒരൊറ്റ നേരത്തൊരു ഫീല് പോലും വിടാത്ത കിതാബ്, ഒരു കൗല് പോലും വിടാത്ത കിതാബ് മുന്നിൽ വരുന്നത് ആലോചിച്ചു മാറണം. വേറെ ആരെയും കണ്ട് മാറിയിട്ടില്ലെങ്കിൽ ആഖിറം ആലോചിച്ചു മാറിക്കോ.
രഹസ്യവും പരസ്യവും നിനക്ക് നന്നാക്കണമോ? ആഖിറത്തെ കിതാബ് ആലോചിച്ചോ, വേറെ ഒന്നും ആലോചിച്ചിട്ടില്ലെങ്കിലും വവുദിയൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ. കുറച്ചു കാലം ജീവിച്ച ആ ചെറുപ്പക്കാരൻ അബൂ ഹാഷിം സൂഫി തങ്ങൾ പറയാണ്, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് മരിച്ചു. എന്റെ മുമ്പ് മരണപ്പെട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. ഞാൻ കുറെ കാലം ആ ചെറുപ്പക്കാരന്റെ കൂടെ നടന്നതാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ആ ചെറുപ്പക്കാരനെ കണ്ടു. കണ്ടപ്പോൾ നല്ല സന്തോഷാവസ്ഥയിലാണ് കണ്ടത്. ഞാൻ ചോദിച്ചു, അല്ലാഹു നിങ്ങളെ എങ്ങനെയാണ് പരിഗണിച്ചത്? ഉടനെ പറഞ്ഞു, ഗഫറ ലീ റബ്ബീ, എന്റെ റബ്ബ് എനിക്ക് എല്ലാം പുറത്തു തന്നു, എന്നെ അല്ലാഹു നല്ലവരിൽ ചേർത്തു. അപ്പോൾ ചോദിച്ചു, സുഹൃത്തേ, എന്താണ് അല്ലാഹു കാര്യമായി പരിഗണിച്ചത്? ഒന്നുമല്ല, നിങ്ങൾ ഓതി തന്ന ആയത്തുകളിൽ നിന്ന് ഒരു ആയത്താണ് എന്റെ ജീവിതത്തെ ക്രമീകരിച്ചത്. വൈദസ്സുഹുഫു നുശിറത്, ഏടുകളെല്ലാം നിവർത്തപ്പെടുന്ന ഒരു നേരം വരാനുണ്ട്. അതാലോചിച്ചാണ് ഞാൻ മാറിയത്. ആ ഒരൊറ്റ ആയത്ത് ചിന്തിച്ചാണ് ഞാൻ എന്റെ ജീവിതത്തെ മാറ്റിയെടുത്തത്. അതുകൊണ്ട് തന്നെ അല്ലാഹു എനിക്ക് ഇവിടെ സുഖം നൽകി, എല്ലാവിധ സന്തോഷങ്ങളും അല്ലാഹു എനിക്ക് തന്നു കഴിഞ്ഞു എന്നാ ചെറുപ്പക്കാരൻ പറഞ്ഞെങ്കിൽ, ഏടുകൾ ആലോചിച്ച് രേഖകൾ ആലോചിച്ച് മാറണം. സഹോദരങ്ങളെ, ഇവിടെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നതിന്റെ രൂപഭാവങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത രൂപത്തിൽ കേൾക്കുമ്പോഴേക്ക് മോഹാലസ്യപ്പെട്ട് വീണു പോകാറില്ലേ? ചിലരൊക്കെ ജീവിതം തകർത്ത് ആത്മഹത്യ ചെയ്യാറില്ലേ? അവിടെ വീണിട്ട് കാര്യമില്ല, എന്തും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വെച്ച് ഓർക്കേണ്ടതുണ്ട്, അവിടെ ആ ഏടുകൾ വിതരണം ചെയ്യുന്നതിനെ പറ്റി കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മ യുദഅൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനെ വിളിക്കപ്പെടും. ഫയുതാ കിതാബുഹു ബിയമീനിഹി, വലത്തെ കൈയിൽ അവന് കിതാബ് നൽകപ്പെടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾ, ഉസ്താദുമാര്, കൂട്ടുകാര്, ശിഷ്യന്മാര്, സഹപാഠികൾ എല്ലാവരെയും അല്ലാഹു അത്തരക്കാരിൽ പെടുത്തി തരട്ടെ. അപ്പോൾ ആ മനുഷ്യൻ കിതാബിലേക്ക് നോക്കും. ഫൈദാ ഹസനാതുഹു ബാദിയാത്തുൽ ലിന്നാസ്, നന്മകളൊക്കെ ജനങ്ങൾക്ക് വെളിവാകുന്ന രൂപത്തിൽ, നന്മകളൊക്കെ ജനങ്ങൾക്ക് വെളിവാകുന്ന രൂപത്തിൽ അവിടെ ഹാജരായിട്ടുണ്ട്, എല്ലാം മുന്നിലെത്തിയിട്ടുണ്ട്. പക്ഷേ ആ മുഅ്മിൻ വായിക്കുന്നത് ആദ്യം നന്മയല്ല, വഹുവ യഖറഉ സയ്യാത്തിഹി, തിന്മകളെ കുറിച്ചാണ് അവൻ വായിക്കുന്നത്. എന്തിനാണെന്നറിയോ? അവൻ പറയാതിരിക്കാനാണ്. കാനത്തിലീ ഹസനാത്തുൻ, എനിക്ക് നന്മകൾ ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ അത് പറയുന്നില്ല. അതേ നന്മകളെ കുറിച്ചൊരു ഒന്നും പറയാതെ തിന്മകളിൽ ഇഷ്ടാണ് ആദ്യം വായിക്കുന്നത്. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു ആ മനുഷ്യനെ അമലൊക്കെ കാണിച്ചു കൊടുക്കാൻ. അയാളൊന്നിങ്ങനെ പരിശോധിക്കുകയാണ്. കിതാബിന്റെ അവ്വൽ മുതൽ ആഖിർ വരെ ഒന്നിങ്ങനെ പരിശോധിക്കുന്നു. പരിശോധിക്കുമ്പോൾ അതിനിടയ്ക്ക് അയാൾ വായിച്ച് കണ്ടെത്തി റബ്ബ് തആല അയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്, അയാള് സ്വർഗക്കാരിൽപ്പെട്ട ആളാണെന്ന സന്ദേശം കിട്ടിയപ്പോ അപ്പൊ കൂട്ടുകാരിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറയും, ഹാ ഉഖ്റഊ കിതാബിയ ഇന്നി വനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ. അതൊന്ന് പതുക്കെ വായിക്കൂ. വായിക്കുമ്പോഴൊക്കെ പേടിയോടെ വായിക്കുന്നത്. വായിച്ചിട്ട് രക്ഷയുണ്ട് എന്ന് കിട്ടിയാൽ തിരിഞ്ഞു നിന്നിട്ട് പറയും, വരൂ സുഹൃത്തുക്കളെ, വരൂ മലക്കുകളെ, വരൂ ജനങ്ങളെ, വരൂ എന്റെ കിതാബ് വായിക്കൂ. ഇന്നി വനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ, എനിക്കൊരു വിചാരണ നേരിടാനുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ ജീവിച്ചവനാണ് ഞാൻ. ആ ഒരു ബോധം എനിക്ക് നന്നായി ഉണ്ടായിട്ടുണ്ട്. വിശ്വാസികൾ വിളിച്ചിട്ട്, മറ്റുള്ളവരെ വിളിച്ചിട്ട് അവനാന്റെ കിതാബ് വായിക്കാൻ പറയുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. ചെറിയ സന്തോഷമല്ലല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ കിതാബിൽ കാണാൻ പറ്റുന്ന അമല്
നമ്മൾ നന്നായി ചെയ്യണം. 3 കിതാബുകളുണ്ട് ഓരോരുത്തർക്കും നൽകപ്പെടാൻ, 3 ദീവാനുകൾ, റിക്കാർഡുകൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, യുഖ്റജു ലിബ്നി ആദമ യൗമൽ ഖിയാമത്തി സലാസത്തു ദവാവീൻ. ഖിയാമത്ത് നാളിൽ മനുഷ്യന് 3 റിക്കാർഡുകൾ കൊടുക്കുന്നുണ്ട്. 3 റിക്കാർഡ്, അതിലൊന്ന് ദീവാനും ഫീഹിൽ അമലു സ്വാലിഹ്. ഒരു റിക്കാർഡ് ഏതാണെന്നറിയോ? അതിൽ സുകൃതങ്ങളാണ്. വദീവാനുൻ ഫീഹി ദുനൂബുഹു. മറ്റൊന്നിൽ അവന്റെ വൈകല്യങ്ങളാണ്, ദോഷങ്ങളാണ്. മൂന്നാമത്തത് വദീവാനുൻ ഫീഹി അൻനിഅമു മിനല്ലാഹി അലൈഹി. അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളുടെ പട്ടിക. 3 പട്ടികളാണ് കൊടുക്കുന്നത്. 3ഉം അവന്റെ മുന്നിൽ നിവർത്തപ്പെടും. അനുഗ്രഹങ്ങളൊന്നും നിഷേധിക്കാൻ കഴിയില്ല, ഒന്നും നിഷേധിക്കാൻ കഴിയൂല. കാരണം ആ രൂപത്തിൽ അത് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മുഅ്മിനായ മനുഷ്യനാണ് ആദ്യം കിതാബ് നൽകപ്പെടുന്നത്. പിന്നെ സത്യനിഷേധിയെ വിളിക്കപ്പെടും. അവന്റെ കിതാബ് ഇടത്തെ കയ്യിൽ നൽകപ്പെടും. പിന്നെ ആ കിതാബിനെ ചുരുട്ടിയിട്ട് അവന്റെ പിൻഭാഗത്തുകൂടെ അവൻ ഇങ്ങനെ ഒളിപ്പിച്ച് പിടിക്കുകയാണ്. അതേ അവന്റെ പെരടി ഭാഗത്തേക്ക് അതിനെ ഒതുക്കി വെക്കുകയാണ്. ആ കിതാബും പതുക്കെ അവൻ തുറന്നു നോക്കും. അതിലതാ തിന്മകൾ മുന്നിൽ കാണുന്നുണ്ട്. ഹസനാത്താണ് അവൻ പരിശോധിക്കുന്നത്. ഹസനാത്ത് ഒന്നും കാണുന്നില്ല. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, യാ ലൈതനീ ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ. ഇങ്ങനെ ഒരു കിതാബ് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരു വിചാരണ എന്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഉണ്ടെന്നൊരു ബോധം എനിക്ക് വന്നിട്ടില്ലല്ലോ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയാൽ വൗളിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ. കുറ്റവാളികൾ മുഴുവനും, സത്യനിഷേധികൾ മുഴുവനും, മുനാഫിഖുകൾ മുഴുവനും ആ കിതാബിലുള്ള വിഷയങ്ങളെ പറ്റി ചിന്തിച്ച് പേടിക്കുന്നവരായിട്ട് കാണാമെന്ന ആയത്തോതുമ്പോഴേക്ക് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയും, യാ വൈലത്താ ലജ്ജൂ ഇലല്ലാഹി തആല. ജനങ്ങളെ അല്ലാഹുവിലേക്ക് അട്ടഹസിച്ച് കരഞ്ഞോളൂ, നല്ലോണം കരഞ്ഞോളൂ. ചെറുദോഷങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി, വൻദോഷങ്ങൾക്ക് മുമ്പ് ചെറുദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി നന്നായി കരഞ്ഞോളൂ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുദോഷങ്ങളെയും വൻദോഷങ്ങളെയും ഒന്നിനെയും വിട്ടിട്ടില്ലാത്ത കിതാബാണ്. എല്ലാം അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ചെറുദോഷങ്ങളും വൻദോഷങ്ങളും കറക്റ്റായി രേഖപ്പെടുത്തപ്പെട്ട കിതാബ്. ആ കിതാബിൽ അല്ലാഹു തആല ഒന്നും ഒഴിവാക്കിയിട്ടില്ല, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം അവിടെ ചോദ്യത്തിന് വന്നാൽ ചോദ്യം തുടങ്ങുമ്പോഴേക്ക് പേടി വന്നുപോയി. ചെറുത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വത്തബസ്സുമു, പുഞ്ചിരിയാണ്. ശരിക്കും കേട്ടോളേ, പുഞ്ചിരിയാണ്. കബീറത്ത് എന്ന് പറഞ്ഞാൽ ഖഹ്ഖഹത്തു, പൊട്ടിച്ചിരിയാണ്. ഇത് രണ്ടും ഏതെങ്കിലും ഒരു മാസിയത്തിന്റെ ഭാഗമായി വന്നത്. ഏതെങ്കിലും ഒരാളെ കളിയാക്കിയിട്ട് ഒരു പുഞ്ചിരി ചിരിച്ചു എന്നർത്ഥം. യാനി മാ കാന മിൻ ദാലിക ഫീ മാസിയത്തില്ലാഹി അസ്സ വജൽ. ചെറിയ ചിരിയും വലിയ ചിരിയും അടക്കം പരിഹസിച്ച് ചിരിച്ചു ഒരാള്, ഒരു സാധുവായ മനുഷ്യൻ. അയാൾ നേരത്തെ തന്നെ ജുമാക്ക് പോകുന്നുണ്ടപ്പോ നിനക്കൊരു കളിയാക്കി, നീ ചിരിച്ചു. നീ നല്ല പ്രമാണിയായിട്ട് നല്ല ഹൈ ലെവലിൽ ഇങ്ങനെ നടക്കായിരുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ രാവിലെ സമയത്തും ഉച്ച സമയത്തും വൈകുന്നേര സമയത്ത് അള്ളാന്റെ ദീനിന് വേണ്ടി ഖിദ്മത്തെടുത്തിട്ട് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ഒരു പത്രം വിതരണം ചെയ്യാൻ, ഒരു മാസിക കൊടുക്കാൻ, ഒരു വാരിക കൊടുക്കാൻ കണ്ടപ്പോ നിനക്കൊരു ചിരി, ഒരു കളിയാക്കി ചിരി. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു മുതല്ലിമിനെ കണ്ട്, ഒരു ചെറിയ മുതല്ലിമാണ്. ആ മുതല്ലിമ നല്ല ജുബ്ബയൊക്കെ ഇട്ട്
തലേക്കെട്ടോ കെട്ടി ആ കുട്ടി ഇങ്ങനെ വന്നു നിൽക്കുമ്പോഴേക്ക് നിന്റെ മനസ്സിൽ ആ കുട്ടിയെ കണ്ടപ്പോ വന്ന ആ കിബറ് കൊണ്ട് നീ അങ്ങൊന്ന് ചിരിച്ചുപോയി. എന്തിനാ നീ ചിരിച്ചത്? ഓ ഇങ്ങനൊക്കെ കെട്ടി കുപ്പായ കെട്ടിട്ട് എന്ത് തിരിയാനാ? സുഹൃത്തേ, ആ കുട്ടി പഠിക്കുന്ന ഫാലന്റെ മഹത്വം പോലും നിനക്കറിയില്ലല്ലോ. മുത്തഅല്ലിമായി ജീവിക്കുന്ന ആ കുട്ടി അങ്ങ് തഅല്ലുമിന്റെ കാലത്ത് മരണപ്പെട്ടു പോയാൽ ഷഹീദല്ലേ? നീ ഒരു മുത്തഅല്ലിമല്ലല്ലോ, നീ എങ്ങനെയാണ് അതിന് ചിരിക്കുക? ഒരു ആലിമിനെ കണ്ടു, ആ ആലിമു തുണി അതാ നല്ലോണം കയറ്റിയെടുത്തിട്ടുണ്ട്. അവന്റെ തുണി കുറച്ചങ്ങോട്ട് കണങ്കാലിന്റെ മധ്യത്തിലെത്തിയിട്ടുണ്ട്. കണ്ട് നീ ചിരിക്കുന്നു. മറ്റുള്ളവരോട് നോക്കാൻ പറഞ്ഞിട്ട് അവരെയും നീ ചിരിപ്പിക്കുന്നു. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു ഉസ്താദിന്റെ കൂടെ, ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഭാര്യ പോവുകയാണ്. ഭാര്യ അതാ കയ്യിലും മുഖത്തിനൊക്കെ നല്ല മറയോടുകൂടെയാ പോകുന്നത്. നല്ല തഖ്വയുള്ള പെണ്ണിനെ കാണുമ്പോ നിനക്ക് ചിരി വരുന്നു, നിനക്ക് തമാശ തോന്നുന്നു. കാര്യത്തിലേക്ക് ഇപ്പോഴും നീ എത്തിയിട്ടില്ല. കാരണം നിന്റെ ഭാര്യ പോകുമ്പോ ആ പെണ്ണിന്റെ മാറ് കാണാത്തൊരൊറ്റാളുമില്ല. പഴയ ചരക്കായിട്ട് ആ മാറ് മാറിയിട്ടുണ്ട്. ആ പെണ്ണിന്റെ കഴുത്ത് കാണാത്തൊരു തൊഴിലാളിയുമില്ല. ആ പെണ്ണിന്റെ കാത് കാണാത്ത ആരുമില്ല. ആ പെണ്ണിന്റെ മുടിയുടെ നീളം അറിയാത്ത ആരുമില്ല. നല്ല സൂക്ഷ്മതയുള്ളൊരു പെണ്ണിനെ കാണുമ്പോ ഒന്ന് കളിയാക്കി ചിരിച്ചോ. എന്നാൽ കിതാബിൽ എഴുതിയിട്ടുണ്ട്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പ്രായാധിക്യത്തിലുള്ളൊരു മനുഷ്യൻ വെള്ളിയാഴ്ച ജുമുഅക്ക് നേരത്തെ വരുന്നത് കണ്ടപ്പോ ആരോഗ്യവാനായ നീ ചിരിച്ചുപോയോ? അല്ലാഹു തആല നിന്റെ ചിരി രേഖപ്പെടുത്തുന്നുണ്ട്.